വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഒഴിവാക്കണമെന്ന് കാണിച്ച് ഗവർണർ സുപ്രീം കോടതിയിൽ. ഗവർണർ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകി UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നാണ് ഗവർണറുടെ ആവശ്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഗവർണർ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഒഴിവാക്കണമെന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഗവർണർക്ക് സുപ്രീം കോടതിയിൽ നിർത്താൻ നിർദ്ദേശമുണ്ടായത്. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച അഭിഭാഷകനെ അധ്യക്ഷനാക്കിക്കൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സെക്രട്ടറികൾക്ക് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ ഗവർണർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും വിധിയും അനുസരിച്ച്, അതായത് വൈസ് ചാൻസലർ തീരുമാനിക്കുന്ന കാര്യത്തിലെ ലിസ്റ്റ് അംഗീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നൽകുന്ന മുൻഗണനാ ക്രമം അനുസരിച്ച് ലിസ്റ്റ് ഗവർണർ ഒപ്പിട്ട് നൽകണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ തീരുമാനം. എന്നാൽ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ ഇത് അംഗീകരിക്കാനാകില്ല. വൈസ് ചാൻസലർ നിയമനത്തിൽ കൃത്യമായും UGC നിയമം അനുസരിച്ച് UGC പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണം എന്നൊരാവശ്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപഹർജി നൽകിയിരിക്കുന്നത്. അതേസമയം സെർച്ച് കമ്മിറ്റിയെ ഒരു വിധത്തിലും ഗവർണറുടെ ഉപഹർജിയിൽ എതിർക്കുന്നില്ല. സെർച്ച് കമ്മിറ്റി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഉപഹർജി നൽകിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, മുഖ്യമന്ത്രിയെ ഈ വൈസ് ചാൻസലർ നിയമനത്തിൽ ഒരു പങ്കും നൽകാൻ പാടില്ല. ലിസ്റ്റ് മുൻഗണന തീരുമാനിക്കേണ്ടതും ഒപ്പം അതിൽ അംഗീകാരം നൽകേണ്ടതും വൈസ് ചാൻസലറാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു നീക്കവും പാടില്ല എന്നാണ് ഉപഹർജിയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിക്ക് ആവശ്യമായ ക്രമങ്ങൾ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗവർണർ ഇപ്പോൾ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിനകത്ത് ഗവർണർ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഗവർണർക്ക് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് ഒരു വിവേചന അധികാരമുണ്ട്. ആ അധികാരത്തിലേക്കുള്ള ഒരു കൈക്കടത്തലാണ് മുഖ്യമന്ത്രിക്ക് ഈ മുൻഗണനാ ക്രമത്തിൽ VCമാരുടെ ലിസ്റ്റ് അംഗീകരിക്കാൻ നൽകുന്ന നിയമം. അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, നിലവിൽ ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനാണ് ഇപ്പോൾ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഉള്ള നീക്കം നടക്കുന്നത്. അതേസമയം കേരളത്തിലെ മറ്റു സർവകലാശാലകളിലേക്കുള്ള നീക്കം ഇതുവരെ ആരും തുടങ്ങിയിട്ടില്ല. ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപഹർജി സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. തീർച്ചയായും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്.